ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 32ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ സ്മെൽറ്ററാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ നമ്മളെ വീട്ടിലിരിക്കുന്ന 2-3 ഫർണസ് മാത്രമേ ഉള്ളൂ. അതിൽ സ്മെൽറ്റ് ചെയ്യുന്നാൽ നമ്മൾ കുറേ നേരം അവിടെ നിൽക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്മെൽറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ഭാവിക്ക് സ്മെൽറ്റർ എന്തായാലും യൂസ് ആവും, നമുക്ക് പെട്ടെന്ന് ഐറ്റംസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയക്കകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം, അതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഈ ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 2 ചെസ്റ്റ് ഇവിടെ കൊടുന്നേക്കാം, നമുക്ക് ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി നമ്മളെ വുഡിൻ്റെ പെട്ടിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ചെസ്റ്റ് എടുക്കാം. ഇതിൽ 29 ചെസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും അത്രയും ആവശ്യം വരില്ല, ഒരു 4 എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഏകദേശം ഈ ഒരു ഏരിയക്കകത്തായിട്ട് നമുക്ക് ചെസ്റ്റ് വെക്കാം. 2 ഡബിൾ ചെസ്റ്റ് വെക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ചെസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മെൽറ്ററിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എടുക്കാം. ഇപ്പോൾ നമുക്ക് കൊബിൾ സ്റ്റോണിൻ്റെ ആവശ്യം കുറച്ച് വരുന്നുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഐറ്റംസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോപ്പറിൻ്റെ ആവശ്യമുണ്ട്. ഇതിൽ 17 ഹോപ്പറുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ആവശ്യം വരും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ കിട്ടിയ ഐറ്റംസൊക്കെ നമുക്ക് പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം. ഇനി നമുക്ക് വുഡിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ കുറച്ച് വുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ക്രാഫ്റ്റിനബിളും വേണം, അതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള കൊബിൾ സ്റ്റോണൊക്കെ എടുത്തതിൻ്റെ ശേഷം നമുക്ക് അത് വെച്ചിട്ട് ഫർണസ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ 31 ഫർണസ് കിട്ടിയിട്ടുണ്ട്, അതുതന്നെ നമുക്ക് മതിയാവും. ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോയതിൻ്റെ ശേഷം കുറച്ച് അയൺ എടുത്തോണ്ടാം. എന്ന് വെച്ചാൽ നമുക്ക് ഹോപ്പറിൻ്റെ ആവശ്യം നല്ല രീതിക്ക് വരും. നമ്മൾ അയണൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് തുടങ്ങി, നമുക്ക് കുറച്ച് നേരം ഇവിടെ AFK നിൽക്കണം. അതങ്ങനെ നമ്മൾ പെട്ടിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അയൺ ഇതന്നെ ഉണ്ടാവും. ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വുഡ് എടുത്തോണ്ടാം. നമ്മളെ വുഡിൻ്റെ ബോക്സിൽ കുറച്ചധികം തന്നെ വുഡ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് കുറച്ചധികം നമുക്ക് എടുക്കാം. ഇനി നമ്മളെ കയ്യിലുള്ള എല്ലാ തരം വുഡും നമുക്ക് പ്ലാങ്ക് ആക്കി എടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെസ്റ്റ് നമുക്ക് ആദ്യം ക്രാഫ്റ്റ് ചെയ്യാം. അതുതന്നെ നമുക്ക് 37 ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള അയണും കൂടി നമുക്ക് എടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്യാം. അതങ്ങനെ നമുക്ക് ഏകദേശം കുറച്ചധികം ഹോപ്പർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ ടോട്ടൽ 54 ഹോപ്പർ ഉണ്ട്. ഇത് നമുക്ക് മതിയാവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്രാഫ്റ്റ് കഴിഞ്ഞ്, അല്ലെങ്കിൽ നമുക്കിതൊന്ന് റൗണ്ട് ആക്കിയാണ്ട് ഒരു സ്റ്റാക്ക് ഹോപ്പർ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു 10 കൂടി ക്രാഫ്റ്റ് ചെയ്യണം, അതും കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃത്യം നമുക്ക് ഒരു സ്റ്റാക്ക് ഹോപ്പർ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് റെയിലാണ്. നമുക്ക് അതുപോലെ തന്നെ പവർ റെയിലിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ ഒന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മളെ കയ്യിലൊരു ബെഡ് പിടിക്കുന്നുണ്ട്, നമുക്ക് ആ ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നൈറ്റ് ആകുമ്പോൾ ഈ ഭാഗത്തേക്ക് വരണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് റെയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പവർ റെയിലിൻ്റെ ആവശ്യമുണ്ട്, അത് നമ്മളെ വീട്ടിലേക്ക് പോയി നോക്കാം, ആ ഭാഗത്തുണ്ടാവും. നമ്മളെ കയ്യിൽ പവർ റെയിലൊന്നുമില്ല, പക്ഷേ നമ്മൾക്ക് കുറച്ച് ഗോൾഡ് കിട്ടണം. നമ്മളൊക്കെ കുറച്ച് ഗോൾഡ് ഉണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് പവർ റെയിൽ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ഗോൾഡ് കിട്ടുമോ നോക്കട്ടെ. നമുക്കങ്ങനെ 2 ബ്ലോക്ക് അയൺ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഗോൾഡും കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി റെയിൽ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് ബ്ലോക്കൊക്കെ നമുക്ക് ഇൻഗട്ടാക്കി മാറ്റണം, അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 51 നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടല്. ഇനി നമുക്കിത് വെച്ചിട്ട് പവർ റെയിൽ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. പവർ റെയിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡ് സ്റ്റോണിൻ്റെ കൂടി ആവശ്യമുണ്ട്, അപ്പോൾ അതും കുറച്ച് നമുക്ക് ഒപ്പിക്കണം. നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടാൻ നല്ലൊരു മാർഗ്ഗമുള്ളത് നമ്മുടെ വില്ലേജസ് നമുക്ക് റെഡ് സ്റ്റോൺ വിൽക്കുന്നുണ്ട്, അവന്മാരെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന് മാത്രമല്ല റെഡ് സ്റ്റോണിൻ്റെ ആവശ്യം, അതുപോലെ തന്നെ നമുക്ക് റെഡ് സ്റ്റോണിൻ്റെ ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. അതതിനെ കുറച്ച് എമറാൾഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവന്മാരിൽ 2 ആൾക്കാർ നമുക്ക് ഇതുപോലെ റെഡ് സ്റ്റോൺ തരുന്നുണ്ട്. ഒരു എമറാൾഡിന് നമുക്ക് 2 കിട്ടും, ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഒരുത്തനും കൂടി ഉണ്ട്, ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങി വെക്കാം. 48 കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി വില്ലേജസിനെ ഇവന്മാരെ ട്രേഡ് എത്തിക്കുന്ന രീതിയിലാക്കിയെടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ബ്രൂവിങ് സ്റ്റാൻഡാണ് അതിന് കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ കുറച്ച് ബ്ലേസ് റോഡ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ബ്രൂവിങ് സ്റ്റാൻഡ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. നമ്മളെ ഈ ഭാഗത്തെ റയർ പെട്ടി തുറന്നു നോക്കിയാൽ ഇതിൽ 9 ഇരിക്കുന്നുണ്ട്. നമുക്ക് 9 ക്രാഫ്റ്റ് ചെയ്യാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് തോന്നുന്നത് സ്റ്റോണാണ്. നമുക്കിനി അതിന് വേണ്ടത് തോന്നുന്നുണ്ട്, ഒന്ന് നോക്കട്ടെ. സ്റ്റോണല്ല, നമുക്ക് കൊബിൾ സ്റ്റോണാണ് വേണ്ടത്. നമ്മളെ കയ്യിൽ ഒന്നുണ്ടാക്കാനുള്ള കൊബിൾ സ്റ്റോണേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം, അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് ഫോർച്യൂൺ പിക്കാസ് എടുത്തുകൊണ്ട് ഇവിടെ കുറച്ച് നേരം നിൽക്കാം, അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് കിട്ടിക്കോളും. അത് തന്നെ കുറച്ച് ടൈം ആയിട്ടുണ്ട്, ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ടാവും. നമുക്കങ്ങനെ ഏകദേശം ഒരു 3 സ്റ്റാക്കിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്രൂവിങ് സ്റ്റാൻഡ് ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ബ്രൂവിങ് സ്റ്റാൻഡ് കൂടി ക്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ 9 കിട്ടിയിട്ടുണ്ട്. ഇനി വില്ലേജസിനെ നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈൻ കാർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് അയണും കൂടി എടുക്കാം.
നമ്മളെ ഈ അയൺ ഫാം എപ്പോഴും വർക്ക് ചെയ്യില്ല, വർക്ക് ആവുകയാണെങ്കിൽ കുറച്ച് നേരം നല്ലപോലെ വർക്കാവും. എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് അയൺ കിട്ടും. അതുകൊണ്ട് നമുക്ക് അയണിന് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മുടെ വീട്ടിലത്തെ പെട്ടി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അത് നമുക്കൊന്ന് എഫ്ക്ക് നിൽക്കണം, എപ്പോഴേലും ഒഴിവ് ടൈമിൽ കിട്ടുമ്പോൾ ഒന്ന് എഫ്ക്ക് നിൽക്കണം. ഞാൻ 3 അയൺ എടുത്തിട്ടുള്ളൂ, നമുക്ക് 5 അയണിൻ്റെ ആവശ്യമുണ്ട് മൈൻ കാട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മൈൻ കാട്ട് അങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, നൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. ഇനി നമുക്ക് ഇവന്മാരെ മേലേക്ക് എത്തിക്കണം. മേലേക്ക് എത്തിച്ചതിൻ്റെ ശേഷം നമുക്ക് ട്രേഡ് ചെയ്യാം. ഇവനെ ഇവിടുന്ന് ഒന്ന് മെല്ലെ ഉന്തി വിടട്ടെ, അവനെ മേലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവിടേക്ക് കയറിയതിൻ്റെ ശേഷം അവൻ ആ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഐറ്റംസ് വാങ്ങാൻ പറ്റും. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐറ്റംസ് ആയിക്കോളും. നമുക്ക് ഏകദേശം കുറച്ച് റെഡ് സ്റ്റോണും അതുപോലെ തന്നെ 2 ബ്ലോക്കിനുള്ള റെഡ് സ്റ്റോൺ ബ്ലോക്കും മതി. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ആക്കിയെടുക്കട്ടെ. ഇതുപോലെ ഇനി കുറച്ചേരം കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഇവന്മാരെ കണ്ട് മേൽക്കെത്തിക്കണം, അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യണം. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കട്ടെ. നമ്മളെ കയ്യിലുള്ള എമറാൾഡ് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് 2 റെഡ് സ്റ്റോൺ ബ്ലോക്കിൻ്റെ ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. അതിനുള്ള റെഡ് സ്റ്റോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള റെഡ് സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡും വെച്ചിട്ട് നമുക്ക് റെയിൽ ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് 48 കിട്ടിയിട്ടുണ്ട്, നമുക്ക് അത് തന്നെ മതിയാവും. ഇനി നമുക്ക് ബാക്കിയുള്ള റെഡ് സ്റ്റോൺ ബ്ലോക്ക് ആക്കി എടുക്കാം, അത് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത്രയും ഐറ്റംസ് കിട്ടി. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്കാണ്. അത് നമ്മൾ ബ്രിക്ക് എടുക്കുന്നുണ്ട്, ഒരു 3 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് വേണം, അതങ്ങനെ ഒരു 4 എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ 2 മൈൻ കാട്ട് വിത്ത് ഹോപ്പറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്മെൽറ്റർ ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെസ്റ്റ് വെക്കണം, നമ്മൾ ഐറ്റംസൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഡബിൾ ചെസ്റ്റ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് കണക്ട് ചെയ്ത് കണ്ട് കുറച്ച് ഹോപ്പർ വെക്കണം. ഇതുപോലെ ഹോപ്പർ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ ഹോപ്പറും സെറ്റ് ചെയ്യാൻ പോണത് താഴെ ബ്ലോക്കിലാണ്, എന്ന് വെച്ചാൽ നമ്മളെ ഗ്രൗണ്ട് ലെവലിലാണ്. അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. ഇത്രയും എന്തെങ്കിലും നമുക്ക് ആവശ്യം വരില്ല, നമ്മളൊരു 10 ഒരു വരിയിൽ വെക്കുന്നുണ്ടാവുള്ളൂ. അതുപോലെ നമുക്ക് ഇതുപോലെ ഇനി ഹോപ്പർ സെറ്റ് ചെയ്യണം, ഒരു 10 ആക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 20 ഫർണസ് വെക്കാൻ പറ്റും. ഇനി നമ്മൾ 4 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഹോപ്പർ വെക്കാൻ പോണത് ഈ ബ്ലോക്കിലായിട്ട്. അപ്പോൾ ഇനി കുറച്ച് ഈ ബ്ലോക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഐറ്റംസൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്തുനിന്ന് കണക്ഷൻ കൊടുക്കുക, താഴെ ഭാഗത്ത് നിന്ന് നേരിട്ട് നമുക്ക് ചെസ്റ്റിക്ക് കണക്ഷൻ കൊടുക്കുക. ഈ ഓപ്പർക്ക് നമുക്കൊരു കണക്ഷൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കി ഓപ്പറും കൂടി ഞാൻ വെച്ച് തീർക്കട്ടെ. ഹോപ്പറൊക്കെ അങ്ങനെ വെച്ച് തീർത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ഫർണസ് കൊടുന്ന് വെക്കണം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ 2 ഭാഗത്തും ഫർണസ് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഹോപ്പർ വെച്ച് കൊടുക്കണം. എല്ലാ ഫർണസിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് ഹോപ്പർ വെക്കണം. അതങ്ങനെ വെച്ച് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലായിട്ടും നമുക്ക് ഹോപ്പർ വെച്ച് കൊടുക്കണം ഇതുപോലെ. അങ്ങനെ നമ്മൾ 2 സൈഡിലും ഹോപ്പർ കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു വരെയും കൂടി നമുക്ക് ഫർണസ് വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് സ്മെൽറ്റ് കിട്ടും. അപ്പോൾ ആ ഭാഗത്തോടെ നമുക്ക് ഫർണസ് വെക്കാം. അതങ്ങനെ നമ്മൾ ഈ ബാക്ക് സൈഡിലും കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേൽ കൂടി നമുക്ക് റെയിൽ ഓടിക്കണം. അപ്പോൾ ഇതുപോലെ ആവരുത്, ഒരു വരിയിൽ കറക്റ്റിന് തന്നെ വെക്കണം, ഇതുപോലെ തന്നെ വെക്കണം. ഇതിങ്ങനെ ആയിപ്പോയാൽ വർക്കാവില്ല. അപ്പോൾ കറക്റ്റിന് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അതങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വളവിലായിട്ട് നമുക്ക് സാധാ റെയിൽ വെച്ച് കൊടുക്കണം. നമുക്ക് പവർ റെയിൽ വളക്കാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സാധാ റെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പവർ റെയിൽ തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡിലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തതിന് ശേഷം സാധാ റെയിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം, എന്നാലേ ഇത് കംപ്ലീറ്റ് വർക്കിംഗ് ആവുള്ളൂ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ സൂര്യൻ ഇത് ആ ഭാഗത്ത് താഴ്ന്നു തുടങ്ങി. പിന്നെ പെട്ടെന്ന് നമുക്ക് ഉറങ്ങി വെച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാം. ഇനി 4 ചെസ്റ്റും കൂടി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം, നമ്മൾ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിലാവും നമ്മൾ എന്താണോ സ്മെൽറ്റ് ചെയ്യേണ്ടത് ആ ഐറ്റം വെക്കാൻ പോണത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്യൂവലിൻ്റെ ആവശ്യത്തിന് ഉള്ള ഒരു പെട്ടിയും കൂടി വെച്ച് കൊടുക്കണം. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലാണ് വെക്കാനുള്ളത്, ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കേണ്ടി വരും. ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡബിൾ ചെസ്റ്റ് വെച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് 2 സൈഡിലും മൈൻ കട്ട് വിത്ത് ഹോപ്പർ വെച്ച് കൊടുക്കണം. ഒന്ന് നമ്മൾ ഈ സൈഡിൽ വെച്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ ഒന്നുകൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഫർണസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് കൊടുത്താൽ ഇത് സ്മെൽറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പെട്ടിയിൽ കൊടുന്ന് വെക്കും. പക്ഷേ നമുക്കിതൊരു ബിൽഡാക്കി എടുക്കണം, അതും കൂടി ഒന്ന് ചെയ്യാണ്ട്. ഇനി നമുക്കിതിന് ഒരു ലെവറും വെക്കാണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം.
വർക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഭാഗത്ത് ഒരു ലിവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഓണാക്കിയാലും ഇത് ഫുള്ള് വർക്കിംഗ് ആവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ റെഡ് സ്റ്റോണിൻ്റെ ബ്ലോക്ക് വെച്ചിട്ടില്ല, അതും കൂടി ഒന്ന് വെക്കാനുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വെക്കട്ടെ. റെഡ് സ്റ്റോൺ നമ്മൾ ഏകദേശം ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ബ്ലോക്കിലായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് വർക്കിംഗ് ആവും. അതുപോലെ തന്നെ ഈ ഏരിയയിൽ 2 റെയിൽ വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിച്ച് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാ റെയിൽ തന്നെ അവിടെ വെച്ചാൽ മതി, നല്ലത് വർക്കിംഗ് ആവും. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു റെഡ് സ്റ്റോൺ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഈ ലിവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ മൈൻ കാർട്ടൊക്കെ വർക്കിംഗ് ആണ്. ഇതുപോലെ നമ്മളെ മൈൻ കാർട്ട് ഇവിടെ ഇടുന്ന് ഓടിക്കോളും. ഇനി നമുക്കിത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് ഓഫ് ആവും ചെയ്യും. നമ്മളെ മൈൻ കാർട്ട് വിത്ത് ഓപ്പർ കറക്റ്റിന് ഈ ഭാഗത്ത് തന്നെ വന്ന് നിൽക്കും. പിന്നെ നമുക്ക് ഇതിലെന്താ കരിക്കേണ്ട സാധനം ഈ മേലെ വെച്ച് കൊടുക്കുക, ഫ്യൂവല്. പിന്നെ എന്താ നമുക്ക് ആവശ്യമുള്ള സാധനം അത് ഈ മേലെയും വെച്ച് കൊടുക്കുക. സാൻഡോ അതുപോലെ തന്നെ ഫുഡ് എന്തെങ്കിലും നമുക്ക് സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ മേലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാൻഡ് കൊടുന്നുകൊണ്ടൊന്ന് സ്മെൽറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സാൻഡിൻ്റെ പെട്ടിയിൽ ആവശ്യത്തിന് ഏറെയുള്ള സാൻഡ് ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂവലിനായിട്ട് നമ്മളെ കയ്യിൽ കോള് കുറവാണ്. നമുക്ക് എന്തായാലും വുഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും ഫ്യൂവലിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലത്തെ പെട്ടിയിൽ കുറച്ച് ഫ്യൂവലുണ്ടോ പോയി നോക്കട്ടെ. ഈ ഭാഗത്തെ ഫർണസിൽ കുറച്ച് ചാർക്കോൾ ഇരിക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് എടുക്കാം. നമുക്ക് കുറച്ച് ഐറ്റംസ് ഇവിടെ പെട്ടിയിലാക്കി വെക്കാം, സർക്കിൾ ബോക്സിലാക്കി വെക്കാം ഈ സാൻഡൊക്കെ. ഇനി ഇതിൽ നിന്ന് കുറച്ചുകൂടി എടുക്കാം. അങ്ങനെ ഒരു സ്റ്റാക്കും നമുക്ക് 11 കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇത് നമുക്ക് കൊണ്ടുപോയി ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് ഉള്ളത്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സർക്കിൾ ബോക്സ് ഇവിടെ വെക്കാം. ഇനി ഇതിന് ഐറ്റംസ് എടുക്കുക. ഇനി നമ്മളിത് മേലത്തെ പെട്ടിയിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മേലത്തെ പെട്ടിയിൽ വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് പിക്ക് ചെയ്യും. നമ്മൾ മൈൻ കട്ട് വിത്ത് ഓപ്പർ വെച്ചുകൊണ്ടാണ് ഇതിങ്ങനെ പെട്ടെന്ന് പിക്ക് ആവുന്നത്. നമ്മൾ ഐറ്റംസൊക്കെ ഇതിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് എന്താണ് ഫ്യൂലുള്ളത് അത് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ചാർക്കോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടൺ നിൽക്കുന്നതിന് മുന്നേ നമ്മൾ ഐറ്റംസൊക്കെ ഇതിൽ കറക്റ്റിന് ഇല്ലെന്ന് നോക്കിയതിന് ശേഷം ബട്ടൺ നിൽക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഏരിയയിലും കത്തി തുടങ്ങും. ഈ ഭാഗത്ത് എന്താ കത്താത്ത്? എനിക്ക് തോന്നുന്നു ഇതിന് തൊട്ടടുത്ത് ലെവർ വെച്ചുകൊണ്ട് നമ്മൾ ഐറ്റംസ് ഒന്നും അതിക്ക് വരുന്നുണ്ടാവില്ല, അതുകൊണ്ടാകും. ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഐറ്റംസൊക്കെ ഏകദേശം സ്മെൽറ്റായി തുടങ്ങി. ഈ പെട്ടിത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഐറ്റംസൊക്കെ ഇതിൽ വന്നിരിക്കണമുണ്ട്. ഇത് ഞാൻ വിചാരിച്ചുകൊണ്ടേയും പെട്ടെന്ന് ആവുന്നുണ്ട്. നമുക്ക് ഏകദേശം 25ഓളം നമ്മൾ ഫർണസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഐറ്റംസ് ആയി കിട്ടും. നമുക്ക് ഫ്യൂവലിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് കുറച്ച് ലോഗ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് കരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ലോഗ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലോഗൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്യൂവലിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനി ഇത് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് ഈ ലെവർ ഒന്ന് സ്വിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്. നമ്മൾ ലെവർ ഇവിടെ ഓഫ് ആയതുകൊണ്ടാണ് വർക്കിംഗ്. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ ഇവിടെ സ്മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഭാഗത്തെ ഫർണസ് ഏത് ടൈമിലും വർക്കിംഗ് ആവില്ല, കാരണം ആ ലെവർ ഉണ്ടായതുകൊണ്ട്. ആ ലെവർ ഓഫായി കിടക്കുന്ന ടൈമിൽ ഇത് വർക്കിംഗ് ആവും. നമ്മളെ ഈ ഭാഗത്തെ ഇതിത്തൊക്കെ ഫ്യൂല് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന് കിട്ടുന്ന ചാർക്കോൾ ഇതിൽ തന്നെ എടുത്ത് വെക്കണം. അതൊന്ന് ചെയ്യട്ടെ. ഇതും കൂടി ഒന്ന് സ്മെൽറ്റായി വരട്ടെ. എല്ലാത്തിൻ്റെയും ഫ്യൂല് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ ഫ്യൂലില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലോഗ് നമ്മൾ സ്മെൽറ്റ് ചെയ്തെടുത്തത്. നമ്മൾ ഐറ്റംസ് ഇതിൽ പെട്ടെന്നായി കിട്ടൂല, നമ്മളെ സാധാ പോലെ തന്നെ സ്മെൽറ്റ് ആവുള്ളൂ. പക്ഷേ ഇത് കൂടുതൽ വെച്ചുകൊണ്ടും നമ്മൾ ഇപ്പോൾ മൈൻ കാർട്ട് ഓപ്പറൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടിയിൽ ആക്കി കൊടുത്താൽ മതി. നമ്മൾ സ്വിച്ച് ഇട്ടാൽ മതി. നമ്മൾ ഐറ്റംസൊക്കെ നമ്മൾ പെട്ടിയിൽ വന്നിരുന്നോളും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിത് 2 സ്റ്റാക്കോളം ആവാനായി. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഐറ്റംസ് വന്നുകൊണ്ടേ ഇരിക്കും. നമ്മളെ കയ്യിൽ കുറച്ചുകൂടി സാൻഡ് ഉണ്ട്, അതും കൂടി നമുക്ക് സ്വെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇതായി കാണാൻ നല്ല രസമുണ്ട്, പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സാൻഡ് ഇതിൽ കുറച്ചുകൂടി വെക്കാം. അതൊന്ന് സെറ്റാവട്ടെ. നമുക്ക് ഫ്യൂലിന് ആവശ്യത്തിന് നമ്മളെ ഈ ഭാഗത്തെ ഫ്യൂലൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. നമ്മളെ ഈ ഭാഗത്തെ ലൈറ്റൊക്കെ ഓഫായി, അതിനർത്ഥം ഫ്യൂല് തീർന്നതെന്നാണ്. ഇനി നമുക്ക് ഫ്യൂലിൻ്റെ ആവശ്യത്തിന് ഇതിന് ബാക്കിൽ ചാർക്കോൾ ഇരിക്കുന്നുണ്ട്. ഇത് നേരെ എടുത്തതിൻ്റെ ശേഷം ഈ പെട്ടിയിൽ കൊടുന്ന് വെക്കാം. അതൊന്ന് പിക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ ലെവറൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ പിക്കായി കിട്ടും.
അതന്നെ കംപ്ലീറ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെവർ ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിലിരിക്കുന്ന ഐറ്റംസ് സ്മെൽറ്റായി കിട്ടും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ഐറ്റംസ് കിട്ടിക്കോളും. നമ്മളെ സാൻഡ് ഇപ്പോൾ തന്നെ വരൽ തുടങ്ങിയിട്ടില്ല, കാരണം ഇതിൽ കുറച്ചുകൂടി വുഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് സ്മെൽറ്റായി വരുന്നുള്ളൂ. അത് ഇപ്പോൾ തന്നെ ഇവിടെ സ്മെൽറ്റായി കിട്ടൽ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഇത് കിട്ടുന്നുണ്ട് നമ്മൾ ഐറ്റംസ്. പിന്നെ ഇത് വരൽ തുടങ്ങിയാൽ ഇതിങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് 25ഓളം ഫർണസ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറേ സംഭവങ്ങൾ ഐറ്റംസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൂപ്പർ സ്മെൽറ്ററോട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ബിൽഡ് നമ്മൾ ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ബിൽഡ് കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാനൊരു ടൈൽ ലാംപ്സ് വെക്കാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മളെ ബിൽഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഒരു അകത്തത്തെ ഒരു ലുക്ക്. ഇനി നമുക്ക് ബട്ടൺ ഇട്ടാൽ മൈൻ കട്ട് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്റ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിതിൻ്റെ അകത്ത് കൂടി തുറക്കേണ്ടി വരും, എന്നാലേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പുറത്ത് കൂടി ഒരു വഴിയും കൂടി കൊടുക്കാം, പക്ഷേ അത് കുറച്ച് ബോറിംഗ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തത്തെ ബ്ലോക്കൊക്കെ തന്നെ ചെറുതായിട്ട് കാണുന്നുണ്ട്, അതൊന്നും കവർ ചെയ്തിട്ടില്ല. അതായത് ചെറിയൊരു ബിൽഡ് ചെയ്തു വെച്ചെന്നുള്ളൂ. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ അകത്ത് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്ക് സൈഡിലും അതുപോലെ തന്നെ സൈഡിലും ചെയ്തതെന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലീപ്സൊക്കെ വെച്ച് ഒന്ന് ചെയ്തിട്ടുണ്ട്, ലൈറ്റും വെച്ചിട്ടുണ്ട്, ലാൻഡനാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊക്കെ ഒന്ന് സിമ്പിളാക്കി ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ഇവന്മാരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്, ഇവന്മാരൊക്കെ നല്ല പണിയിലാണ്. ഇതന്നെയാണ് നമ്മളെ ഫ്രണ്ടത്തെ വ്യൂ. ഇങ്ങനെയുണ്ട്. അവിടെ 2 ഗ്ലാസും വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലും ഒന്നുകൂടി ചെയ്തെടുക്കണം, എന്നാലാണ് ഒന്നുകൂടി ഭംഗി വരുള്ളൂ. പിന്നെ അകത്ത് നമ്മൾ എൻഡ് റോഡ് വെച്ചിട്ടുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫ്ലോറ് ഇതുപോലെ ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊന്നുകൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സാൻഡ് എടുക്കാം. നമ്മളെ കയ്യിൽ കുറച്ചധികം സാൻഡ് ഉണ്ട്, അതെടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ ബാറൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതിനാദ്യം തന്നെ നമുക്ക് ഈ ലെവറൊന്ന് ഓണാക്കി കൊടുക്കാം.
എന്നിട്ട് നമുക്ക് നല്ലപോലെ വെക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അല്ല നമുക്ക് വെക്കേണ്ടത്, ഇതിൻ്റെ മേലത്തെ പെട്ടിയിലാണ് വെക്കേണ്ടത്. ഇനി ഇവിടെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റിന് സ്മെൽറ്റായി കിട്ടിക്കോളും. നമുക്ക് ഫ്യൂലിൻ്റെ ആവശ്യത്തിന് കുറച്ച് ചാർക്കോൾ ഇതിൽ നിന്ന് എടുക്കാം. നമുക്ക് ചാർക്കോൾ അല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കോളും അതുപോലെ തന്നെ നമുക്ക് വുഡൊക്കെ യൂസ് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളെ ഗ്ലാസ് അങ്ങനെ ഇവിടെ വരൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ എത്ര ഐറ്റംസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കുറേ സ്റ്റാക്ക് കണക്കിന് സാൻഡ് ഇട്ടത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സായി കിട്ടിക്കോളും. ഇനി നമുക്ക് എന്തെങ്കിലും ഗ്ലാസിൻ്റെ ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ അധികം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സാൻഡ് ഇതിൽ കൊടുത്തുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലാസ് അപ്പോൾ തന്നെ കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.